Hello friends, welcome to Thinking Gap. Thinking Gapന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് സിമന്റിനെ കുറിച്ചിട്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അധികം സമയം കളയേണ്ട, നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2016 പോളിടെക്നിക് ലെക്ചർ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ദ സിലിക്ക ഇൻ പോർട്ട്ലാൻഡ് സിമന്റ് ഷുഡ് ബി ഫസ്റ്റ് ഓപ്ഷൻ 10 to 20%, സെക്കൻഡ് ഓപ്ഷൻ 25 to 40%, തേർഡ് ഓപ്ഷൻ 20 to 25%, ആൻഡ് ഫോർത്ത് ഓപ്ഷൻ 40 to 60%. ദ സിലിക്ക ഇൻ പോർട്ട്ലാൻഡ് സിമന്റ് ഷുഡ് ബി, ദ ആൻസർ ഈസ് 20 to 25%. 20 to 25%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2016 ലെക്ചർ ഇൻ പോളിടെക്നിക് സിവിൽ എഞ്ചിനീയറിംഗിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. പൾവറൈസിംഗ് ക്ലിങ്കേഴ്സ് ആൻഡ് മിക്സിംഗ് ഡാഷ് റിസൾട്ട് ഇൻ ദ മെറ്റീരിയൽ കോൾഡ് സിമെന്റ്. Pulverizing clinkers and mixing dash result in the material called cement. First option gypsum, second option limestone, third option clay, and fourth option silica. So the answer is gypsum. The answer is gypsum. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാണ്? വാട്ട് ഈസ് ദ ആവറേജ് പാർട്ടിക്കിൾ സൈസ് ഓഫ് സിമെന്റ്? വാട്ട് ഈസ് ദ ആവറേജ് പാർട്ടിക്കിൾ സൈസ് ഓഫ് സിമെന്റ്? ഓപ്ഷൻസ്: ഫസ്റ്റ് ഓപ്ഷൻ 15 മൈക്രോൺസ്, സെക്കൻഡ് ഓപ്ഷൻ 45 മൈക്രോൺസ്, third option 75 microns, and fourth option 100 microns. So what is the average particle size of cement? The answer is 15 microns. The answer is 15 microns. നമുക്ക് കുറച്ച് എക്സ്പ്ലനേഷൻസിലൂടെ പോവാം. Approximately 95% of cement particles are smaller than 45 microns. Approximately 95% of cement particles are smaller than 45 microns, and the average particle size is 15 microns, and the average particle size is 15 microns. നമുക്ക് അടുത്തതായിട്ട് ഫോർത്ത് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫോർത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്. വൈ ഈസ് നാച്ചുറൽ സിമെന്റ് യൂസ്ഡ് വെരി ലിമിറ്റഡ്ലി? ഫസ്റ്റ് ഓപ്ഷൻ ബ്രൗൺ ഇൻ കളർ, സെക്കൻഡ് ഓപ്ഷൻ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ഈസ് നോട്ട് മെറ്റ് വിത്ത്, തേർഡ് ഓപ്ഷൻ സെറ്റ്സ് ടു ക്വിക്ക്ലി, ആൻഡ് ഫോർത്ത് ഓപ്ഷൻ പാർട്ടിക്കിൾ സൈസ് ഈസ് ടു ഫൈൻ. വൈ ഈസ് നാച്ചുറൽ സിമെന്റ് യൂസ്ഡ് വെരി ലിമിറ്റഡ്ലി? ദ ആൻസർ ഈസ് സെറ്റ്സ് ടു ക്വിക്ക്ലി. അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, natural cement sets very quickly after the addition of water, and hence it is not quite workable. Artificial cement is preferred over this. Natural cement sets very quickly after the addition of water, and hence it is not quite workable. Artificial cement is preferred over this. ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സൗണ്ട്നെസ് ഓഫ് സിമെന്റ്? ഫസ്റ്റ് ഓപ്ഷൻ എബിലിറ്റി ടു ഫ്ലോ വെൻ മിക്സ്ഡ്, എബിലിറ്റി ടു മേക്ക് റിംഗിങ് നോയ്സ് വെൻ സ്ട്രക്ക്, എബിലിറ്റി ടു ഫോം സ്ട്രോങ് ആൻഡ് സൗണ്ട് സ്ട്രക്ചർ, എബിലിറ്റി ടു റീറ്റെയിൻ വോളിയം ആഫ്റ്റർ സെറ്റിംഗ്സ്. സോ ദ ആൻസർ ഈസ് എബിലിറ്റി ടു റീറ്റെയിൻ വോളിയം ആഫ്റ്റർ സെറ്റിംഗ്. എബിലിറ്റി ടു റീറ്റെയിൻ വോളിയം ആഫ്റ്റർ സെറ്റിംഗ്. ഇനി നമുക്ക് കുറച്ച് എക്സ്പ്ലനേഷൻ പഠിക്കാം. When the cement paste hardens and set, it should not undergo any volume change. Soundness ensures this and is tested using autoclave expansion test. Autoclave expansion test. When cement paste hardens and set, it should not undergo any volume change. Soundness ensures this and is tested using autoclave expansion test. Next question പറയുന്നത് which equipment used to test the setting time of cement? Which equipment used to test the setting time of cement? First option core cutter, second option vibrator, third option UTM, and fourth option Vicat apparatus. So which equipment used to test the setting time of cement? The answer is Vicat apparatus. Vicat apparatus. നമുക്കിനി ഓരോന്നും എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പഠിക്കാം. ഫസ്റ്റ് വൺ, കോർ കട്ടർ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ഡ്രൈ ഡെൻസിറ്റി ഓഫ് സോയിൽ. Dry density of soil. Next, vibrator. Vibrator is used to sieve analysis. Sieve analysis. Vibrator is used in sieve analysis. And third one, universal testing machine. Universal testing machine can be used to test various parameters, that is tension, bending, shear of various
shear of various materials, shear of various materials. And Vickert apparatus consists of a needle used to penetrate the cement paste sample. Vickert apparatus consists of a needle used to penetrate the cement paste sample. Next question, what is the initial setting time of cement? What is the initial setting time of cement? First option 1 hour, second option 30 minutes, third option 15 minutes, and fourth option 13 hours. The answer is 30 minutes. The answer is 30 minutes. As per IS code 4031 part 5, the initial setting time of cement is minimum of 30 minutes. After this, cement will start losing its plasticity and will not be workable. After this, cement will start losing its plasticity and will not be workable. Next question, wet cement can cause severe skin burns if not washed off with the water immediately. Option true, second option false, third option both true, and fourth option both false. The answer is true. Explanation നോക്കാം. Cement is highly alkaline. Cement is highly alkaline and setting process is exothermic. Wet cement is strongly caustic and causes skin burns. Similarly, dry cement causes eye or respiratory irritation when it comes in contact with the mucous membrane. When it is come in contact with the mucous membrane. Next question പറയുന്നത്, what is the most dominant constituent of cement? What is the most dominant constituent of cement? First option silica, second option lime, third option magnesia, and fourth option alumina. So the answer is lime. And explanation ലോട്ട് പോകാം. Cement contains 60 to 65% of lime. 60 to 65% of lime, 70 to 25% silica, 3 to 8% alumina, 1 to 3% magnesia. 60 to 65% of lime, 70 to 25% of silica, 3 to 8% alumina, and 1 to 3% magnesia. So the most dominant constituent of cement is lime. Next question പറയുന്നത്, what effect does calcium sulfate have on cement? What effect does calcium sulfate have on cement? First option, retard setting action, second option acts as flux, third option impart color, and fourth option reduces strength. So the answer is retard setting action. നമുക്ക് അതിന്റെ explanation എന്താണെന്ന് നോക്കാം. Calcium sulfate is found in cement in the form of gypsum. Calcium sulfate is found in cement in the form of gypsum. It shows down the setting time of cement. Next question പറയുന്നത്, which of the following adds a quick setting property to cement? Which of the following adds a quick setting property to cement? First option magnesium oxide, second option silicon dioxide, and third option iron oxide, fourth option aluminum oxide. The answer is aluminum oxide. നമുക്ക് അതിന്റെ കുറച്ച് ഡീറ്റെയിൽ എക്സ്പ്ലനേഷനിലോട്ട് പോകാം. Aluminum oxide or alumina is present in small quantity in cement and it helps in a quick setting property. That is a very important one. So aluminum oxide or alumina is present in small quantity in cement and it helps in quick setting property. Next question പറയുന്നത്, how much does a bag of cement weigh? First option 1 kilogram, second option 25 kilogram, third option 50 kilogram, fourth option 35 kilogram. The answer is 50 kilogram. The weight of one bag of cement is 50 kilogram everywhere. It is the standard measurement. In the manufacturing unit of cement, it is packed in bags of 50 kg.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സിമൻ്റ് എന്ന് പറയുന്ന പോർഷനിലെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഇനി വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് എല്ലാവരും റെഗുലറായി വാച്ച് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.